ഈ മാസം 2-ന് രാവിലെ 11 മണിയോടെയാണ് TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചുവെന്ന വാർത്ത പുറത്തുവന്നത്. അതിനുശേഷം 11:30-നും 11:40-നും ഇടയിലാണ് KK ലതിക MLA ജയിലിലെത്തുന്നത്. MLA കൂടാതെ മറ്റു 3 പേരും കൂടെയുണ്ടായിരുന്നു. ജയിലിൽ വെൽഫെയർ ഓഫീസറുടെ മുറിയിൽ വെച്ചാണ് ഭർത്താവായ TP വധക്കേസിലെ പ്രതി P മോഹനനുമായി സംസാരിക്കുന്നത്. തുടർന്ന് വസ്ത്രങ്ങൾ കൈമാറുകയും ചെയ്തു. ഞാൻ മാഷ ഇടയ്ക്ക് പോയി കാണുന്ന ഈ കഴിഞ്ഞ ദിവസം മാത്രമല്ല, ഞാൻ ഇടയ്ക്കല്ല, എന്റെ ഭർത്താവല്ലേ, ഞാൻ പോയി കാണാറുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, വസ്ത്രം കൊണ്ടുപോയിട്ടുണ്ട്. ആ വസ്ത്രം അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് കൊടുത്ത്. എന്റെ മകനും എന്റെ ഡ്രൈവറും എന്റെ PA എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഫോണ് വാങ്ങി വെച്ചതിന് ശേഷം അവര് കയറ്റിയത്. അവരൊക്കെ കഴിവീശി ഇറങ്ങിപ്പോന്നല്ലേ ഞങ്ങളെല്ലാവരും. ഈ മുറിയിൽ CCTV ഇല്ല എന്നുള്ളതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. എന്തെങ്കിലും വസ്തുക്കൾ P മോഹനൻ തിരികെ ലതികയ്ക്ക് നൽകിയെന്ന കാര്യം വ്യക്തമല്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ അനുമതിയില്ലാതെ P മോഹനനും ഭാര്യ KK ലതികയും കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതും ഏറെ വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മീഡിയ 1